ഹലോ തീർത്ഥ ഏഞ്ചൽ, വെൽക്കം ടു VMC മലയാളം ബേബി. മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഫിഫ്ത്ത് ഡി. ഓക്കെ. അപ്പൊ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. അപ്പൊ മോൾക്ക് എപ്പോഴാണ് ഈ ഒരു മെഡിറ്റേഷൻ പരിചയമായത്? എനിക്ക് ഒരു വർഷം മുമ്പാണ്. ആര് പറഞ്ഞു? അമ്മ പറഞ്ഞു. ഓക്കെ. അമ്മ എങ്ങനെയാ മെഡിറ്റേഷനെ കുറിച്ച് അറിഞ്ഞേ? VMC വീഡിയോ അമ്മ യൂട്യൂബിൽ നോക്കുന്ന VMC മലയാളം വീഡിയോസ് കണ്ടിട്ട് അല്ലെ? അപ്പൊ അമ്മ പറഞ്ഞ ഉടനെ ഉണ്ണിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ തോന്നിയോ? തോന്നി. അപ്പൊ ചെയ്യുമ്പോ ശൂന്യൊക്കെ കിട്ടിയോ? ധ്യാനം എന്താണെന്ന് അമ്മ പറഞ്ഞ ഉടനെ മോൾക്കത് ചെയ്യാൻ ശ്വാസം എവിടെയാണ് അതിനെ ശ്രദ്ധിക്കാനൊക്കെ മോൾക്ക് പറ്റിയോ? പറ്റി. എനിക്ക് കുറച്ചൊക്കെ ചെയ്തു വന്നപ്പോഴത്തേക്കാണ് ആ ശ്വാസം അതിനെങ്ങനെ ശ്രദ്ധിക്കാമെന്ന് മനസ്സിലായ. അതിന് മുമ്പൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ട് ശ്വാസം എടുക്കാറ്. പിന്നെ ആദ്യകാലങ്ങളിൽ ഉണ്ണി വേണമെന്ന് കരുതി ശ്വസിക്കായിരുന്നു. അതായത് ശ്വാസത്തെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞപ്പോ 2-3 ദിവസം എനിക്ക് ശ്വാസത്തെ നേരെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പിന്നെയാണ് മനസ്സിലായി എങ്ങനെ ശ്വാസത്തെ. അതെ, അതായത് വേണമെന്ന് കരുതി എടുത്തിട്ട് അതിനെ ശ്രദ്ധിക്കായിരുന്നു. പക്ഷെ അങ്ങനെ എടുക്കരുത്, സഹജമായിട്ട് നമ്മിൽ നടക്കുന്നതിനാണ് ശ്രദ്ധിക്കാന്ന് പിന്നെ മനസ്സിലായത്. ഫസ്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ. അപ്പൊ മനസ്സിലായതിനു ശേഷം ഉണ്ണിക്ക് ഈസി ആയോ മെഡിറ്റേഷൻ? മെഡിറ്റേഷൻ ചെയ്യാൻ തോന്നി തുടങ്ങിയ അപ്പോഴത്തേക്കാണ് ചെയ്യാനൊരു ഇഷ്ടം കൂടിയത്. ഓക്കെ. അപ്പൊ എത്ര നേരമൊക്കെ ഉണ്ണിക്ക് ഇരിക്കാൻ പറ്റി? ഫസ്റ്റ് ടൈം 10 മിനിറ്റ്സ് ഇരിക്കാൻ പറ്റി. പിന്നെ വന്നപ്പോ 1 hour വരെ ഇരിക്കാൻ പറ്റി. 1 hour വരെയൊക്കെ ഇരിക്കാൻ പറ്റിയപ്പോ ആ അവസ്ഥ എന്തായിരുന്നു ഉണ്ണി? എന്ത് തോന്നി? ഉണ്ണി എന്ത് അനുഭവങ്ങളൊക്കെ നേടി? എന്ത് തോന്നി ഉണ്ണിക്ക്? സുഖം തോന്നിയോ? സന്തോഷം തോന്നിയോ? സന്തോഷം തോന്നി. പിന്നെ ചില സമയത്ത് ഞാൻ കരയാറുണ്ട്. എന്തിനാ ഉണ്ണി കരയുന്നേ? മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്താണോ ഉണ്ണി കരയുന്നേ? മെഡിറ്റേഷൻ ചെയ്തോണ്ടിരിക്കുന്നത്. അതായത് ഈ ഭൂമി ദേവിയുടെ മക്കളെ എല്ലാം കൊന്ന് കഴിക്കുന്നു. ഒരുപാട് പേര് നോൺ വെജ് കഴിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിങ്ങനെ ഞാൻ കാണും മെഡിറ്റേഷനിൽ. അപ്പൊ എനിക്ക് സങ്കടം തോന്നിട്ട് ഞാൻ കരയാറുണ്ട്. ഓക്കെ. ഭൂമിദേവിയുടെ മക്കളെയൊക്കെ മനുഷ്യൻ കൊന്നു തിന്നാണല്ലോ എന്ന് ഉണ്ണിക്ക് കാണുമ്പോ സങ്കടം വരുമായിരുന്നു അല്ലെ? അപ്പൊ ഉണ്ണി കഴിച്ചിരുന്നോ? ഞാൻ മുമ്പേ കഴിച്ചിരുന്നു, പക്ഷെ VMCയിൽ വന്നതിന് ശേഷം കഴിച്ചിട്ടില്ല. ഓക്കെ. മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി VMCയിൽ നോൺ വെജ് കഴിക്കരുത് എന്ന് അറിഞ്ഞതിന് ശേഷം കഴിച്ചിട്ടില്ല അല്ലെ? ഓക്കെ. അപ്പോ ഈ ഒരു ഭൂമാതാവിനോട് ഉണ്ണി സംസാരിച്ചോ? ഈ ഒരു വേദന തോന്നുമ്പോ ഇതിന് ഒരു പരിഹാരം എന്താ, ഇതിനൊരു പോംവഴി എന്താ എന്ന് ഉണ്ണിയുടെ മനസ്സിൽ ആ മെഡിറ്റേഷൻ ടൈമിൽ ഉണ്ണിയുടെ ഉള്ളിൽ തോന്നിയ ആലോചന എന്താ? ഞാനിപ്പോ ഭൂമി ദേവിയോട് സംസാരിക്കാൻ ഉറക്കെ പറ. എനിക്ക് എന്താണ് ഇത് ചെയ്ത് തരാൻ പറ്റുക ഭൂമിക്ക് വേണ്ടിന്ന് ഞാൻ സംസാരിച്ചു. പിന്നെ എനിക്ക് നല്ല സങ്കടം തോന്നി. അപ്പോൾ ഞാൻ ഭൂമാതാവിനോട് പറഞ്ഞു, ഇനി വരുമ്പോഴത്തേക്കും ആരും തന്നെ ഇങ്ങനെ മനുഷ്യർ കൊന്നു തിന്നത്തില്ല ജീവികളെ എന്ന് പറഞ്ഞു. ആര്? ഞാൻ ഭൂമിദേവിയുടെ അടുത്ത് സംസാരിക്കാനായിട്ട് എനിക്ക് തോന്നി അങ്ങനെ പറഞ്ഞു. ഓക്കെ. ഭൂമിദേവി പറഞ്ഞു ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. എപ്പോ മുതൽ തന്നെ എന്തെങ്കിലും പറഞ്ഞോ? സത്യയുഗം വരും, വേഗം തന്നെ എത്തുമെന്ന് പറഞ്ഞു. സത്യയുഗം വേഗം തന്നെ വരും. അപ്പൊ പിന്നെ എല്ലാവരും ഇതൊക്കെ മാറ്റും. ഇനി ആരും അങ്ങനെ ജീവികളെ കൊന്നൊന്നും തിന്നില്ല മനുഷ്യരെന്ന് ഭൂമാതാവ് പറഞ്ഞു അല്ലേ? മെഡിറ്റേഷനിൽ ഉണ്ണിക്ക് അത് ഗ്രഹിക്കാൻ കഴിഞ്ഞു. അപ്പൊ ഉണ്ണിക്ക് സമാധാനമായോ? അപ്പോഴത്തേക്കും കരച്ചിൽ നിർത്തി. പിന്നെ ആ ഒരു സത്യയുഗത്തെ കാത്തിരിക്കുക. വെരി ഗുഡ്. സത്യയുഗം എന്ന് പറഞ്ഞ എന്താ കുഞ്ഞാ? ആരും തന്നെ ഭൂമിദേവിയുടെ മക്കളെ കൊന്ന് കഴിക്കാതെ എല്ലാവരും ജ്ഞാനികളായി ഭൂമി ദേവിയെ കാത്തു സംരക്ഷിച്ച് അവരുടെ സ്ഥിതി ഉയർത്തിക്കൊണ്ട് അവർ പരമാത്മാവിലെ അലിഞ്ഞു ചേരുന്നവരുടെ. ഓഹോ, വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായി മോളുടെ ഒരു തിരിച്ചറിവ്. അത് എല്ലാവരും സത്യം പറയുന്ന ഒരു കാലം, എല്ലാവരും സത്യത്തിൽ ജീവിക്കുന്ന ഒരു കാലം അല്ലെ? എല്ലാവരും ധർമ്മത്തെ മനസ്സാ വാചാ കർമ്മണ ത്രികരണ ശുദ്ധിയോടുകൂടി ആചരിക്കുന്ന ഒരു സമയം. എല്ലാവരും അഹിംസയിൽ ജീവിക്കാൻ തീവ്രമായിട്ടുള്ള ശ്രദ്ധയോടുകൂടി അഹിംസയെ ആഭരണമാക്കുന്ന ഒരു സമയം. അതാണ് സത്യയുഗം അല്ലെ? അപ്പോൾ മാറ്റങ്ങൾ വന്നു തുടങ്ങി മോള്. ഇപ്പോൾ ഒരുപാട് പേര് വെജിറ്റേറിയൻ ആയി, ഒരുപാട് പേര് ധ്യാനം ചെയ്യുന്നു, സത്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി, ധർമ്മത്തെ ആചരിക്കാൻ തുടങ്ങി അല്ലെ? ദൈവങ്ങൾ പറഞ്ഞത് എന്താണെന്നുള്ളത് ഉൾക്കൊണ്ട് ആചരിക്കാൻ തുടങ്ങി. ഇപ്പൊ ഇത് വർക്കലയല്ലേ? ഇവിടെ ഗുരുദേവൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഈ ഭൂമിയിൽ എങ്ങനെ ഒരു മനുഷ്യനായി ജീവിക്കണം എന്നൊക്കെ. പക്ഷെ ഗുരുദേവൻ പറഞ്ഞത് പലരും കേൾക്കുന്നില്ല എന്നുള്ളൊരു വേദന ഉണ്ണിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കൃതികളിലൊക്കെ ഗുരുദേവന്റെ കൃതികളിൽ പറഞ്ഞിട്ടില്ലേ ശവക്കറി കഴിക്കരുതെന്ന്? അപ്പോ അത് ഗുരുദേവൻ പറഞ്ഞത് നമുക്ക് കേൾക്കാനോ അല്ലെങ്കിൽ അത് ആചരിക്കണോ എന്ന് ആരെങ്കിലും നമ്മളോട് പറഞ്ഞു തന്നിരുന്നോ? അത് ആദ്യം അങ്ങനെ കൃതി കേട്ട ടൈമില് എനിക്ക് അതിൽ പറയുന്നുണ്ടായിരുന്നു
ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നു ശവക്കറികൾ കഴിക്കരുത്. ആ ആ ശവക്കറികൾ കഴിക്കുന്ന ശരീരം ശവാലയമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ആ ടൈമിലൊക്കെ ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കുമായിരുന്നു, സ്കൂൾ ക്യാൻറ്റീനിൽ നിന്ന്. അങ്ങനെ കഴിച്ച ടൈമായിരുന്നു. അപ്പൊ അവിടെ നിന്ന് കഴിക്കുമ്പോൾ എനിക്ക് മീൻ വേണ്ടാന്ന് ഞാൻ അവരുടെ അടുത്ത് പറയാറുണ്ടായിരുന്നു. അത് വീട്ടിൽ അമ്മ അറിഞ്ഞപ്പോ പറഞ്ഞു പിന്നെ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കണ്ടെന്ന്. അവരോട് തന്നെ പറയായിരുന്നു എനിക്ക് മീൻ കഴിക്കണ്ട, മീൻ വേണ്ട, തരണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ? എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? ഇനി ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞു. ഓ, അപ്പോഴത്തേക്കും ആണ് അമ്മ ഈ ഒരു VMC വീഡിയോ വെക്കാം. അപ്പൊ അമ്മയെ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഉണ്ണി ഗുരുദേവന്റെ കൃതികൾ കേട്ടപ്പോ തന്നെ ഉണ്ണിയിൽ മാറ്റം വന്നു. അതൊന്നും ഈ ജന്മത്തിലെ കാര്യമല്ല, പൂർവ്വജന്മ സാധനാ സംസ്കാരം, ഒരുപാട് പുണ്യങ്ങളൊക്കെ ചെയ്ത് ആ ഗുരുദേവൻ പറഞ്ഞതൊക്കെ ആചരിച്ചു കൊണ്ടിരിക്കുന്ന ദിവ്യമായിട്ടുള്ള ജന്മങ്ങളിലൂടെയാണ് ഉണ്ണി കടന്നു വന്നത്. അതുകൊണ്ടാണ് ആ കൃതികളിലെ ആ ഒരു അന്തരാർത്ഥം കേട്ട ഉടനെ തന്നെ ഗുരുദേവൻ പറഞ്ഞത് അനുസരിക്കാൻ ഉണ്ണിക്ക് തോന്നിയത്. ഉണ്ണിയുടെ ഗുണങ്ങൾക്ക് അല്ലെ, ഉണ്ണിയുടെ വിചക്ഷണ, ആ തിരിച്ചറിവ് ഉണ്ണിയിൽ ഓൾറെഡി ഉണ്ട് അല്ലേ? അപ്പൊ VMC കേട്ടപ്പോ അമ്മയുടെയും ഹെൽപ്പ് കിട്ടി ഉണ്ണിക്ക് മാറാൻ അല്ലേ? അപ്പൊ ഹാപ്പി ആയോ ഉണ്ണിക്ക്? ഹാപ്പിയായി. പിന്നെ മെഡിറ്റേഷൻ ചെയ്തു. പിന്നെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. കൂട്ടുകാരൊക്കെ കളിയാക്കും, ചിലർ കളിയാക്കും, ചിലർ കേട്ടോണ്ടിരിക്കും. പക്ഷെ കേട്ട് അതിനെ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ പല കൂട്ടുകാരും വന്നിട്ട് അവരെ തിരുത്തിയെടുക്കും. അങ്ങനെയൊന്നും വേണ്ട, അതൊന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ തിരുത്തിയെടുക്കാറുണ്ട്. അതായത് മോള് പറഞ്ഞത് ചില കുട്ടികൾ കേൾക്കും, പക്ഷെ കഴിക്കുന്ന മറ്റു കുട്ടികൾ വന്നിട്ട് ഇവരെ തിരുത്താറുണ്ട്. അങ്ങനൊന്നും കേൾക്കണ്ട, കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അല്ലേ? അത് എല്ലായിടത്തും അങ്ങനെ ഉണ്ടാവും മോള്. ഗുരുദേവന് പോലും ഗുരുദേവൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? പലരും കേട്ടോ ഇത്രയും വർഷക്കാലം അല്ലെ? അപ്പൊ ഗുരുദേവൻ പറഞ്ഞൊന്നും കേൾക്കാത്ത ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ പരമഗുരുക്കന്മാര് പറഞ്ഞതൊക്കെ കേൾക്കാത്ത ആൾക്കാരെ, ദൈവം തന്നെ പറഞ്ഞത് അനുസരിക്കാതെയാണ് നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യർ ജീവിക്കുന്നത്. അപ്പൊ എന്നും ഒരു നന്മയ്ക്ക് ഒരു തിന്മ എന്നുള്ളത് എതിരെപ്പോഴും ഉണ്ടായിരിക്കും അല്ലെ? നന്മയെ ഉൾക്കൊള്ളുന്നവരുടെ ശതമാനം വളരെ കുറവാണ്. പക്ഷെ ഇന്ന് ഇപ്പൊ സീമാന്റിയെ പോലുള്ളവർക്ക് സമാധാനിക്കാം. എന്റെ പൊന്നുമോളെ പോലുള്ളവരൊക്കെ വളർന്നു വരുമ്പോൾ, അതായത് പവിത്രമായ തിരിച്ചറിവ് ഓൾറെഡി ഉള്ളിലുണ്ട്. അതിനെ എന്താ പറയാ, വളർത്തിക്കൊണ്ടുവരാൻ സാധനയുടെ ശക്തി കൊണ്ട് മോൾക്ക് സാധിക്കുന്നുണ്ട്. ഉണ്ണി വളർന്നു വരുന്തോറും ഒരു നല്ലൊരു യുഗത്തെ വാർത്തെടുക്കാൻ, അല്ലെങ്കിൽ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ എന്റെ മോളെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇല്ലേ? ഇങ്ങനെ ഒരുപാട് മാലാഖമാര് ഭൂമിയിൽ വന്നിട്ടുണ്ട് എന്റെ പൊന്നുമോളെ പോലെ, തീർത്ത മോളെ പോലെ. ഓക്കെ ബേബി. എന്തൊരു ആശ്വാസ. പരമഗുരു പരമ്പര തന്നെ നിങ്ങളെയൊക്കെ കണ്ട് എത്ര ആശ്വസിക്കുന്നുണ്ടെന്നറിയോ? ഭൂമാതാവ് എത്ര ആശ്വസിക്കുന്നുണ്ടെന്നറിയോ? ഓക്കെ, ഇന്നിപ്പോ സീമാന്റിയിലൂടെ ഈ പ്രകൃതിയിൽ നടക്കുന്ന ഈ ഒരു കാര്യങ്ങള് നിങ്ങളൊക്കെ വളർന്നു വലുതാവുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ പറഞ്ഞ ഉടനെ ആൾക്കാർ കേൾക്കുന്ന സ്ഥിതിയിലേക്ക് അവരുടെ ആത്മചൈതന്യം വളരും. അത്രയും മാറ്റങ്ങൾ ഭൂമാതാവ് ഓരോ മനുഷ്യനിലും കൊണ്ടുവരും. ഓക്കെ, അപ്പൊ മോളുടെ സങ്കടത്തിനൊക്കെ ഒരർത്ഥവും പരമാർത്ഥമൊക്കെ വരാൻ പോകുന്നു കേട്ടോ. അപ്പൊ ഭൂമാതാവിന്റെ സങ്കടമാണ് നമ്മുടെ സങ്കടം അല്ലേ കണ്ണാ? ഓക്കെ. അപ്പൊ ഇനി മെഡിറ്റേഷൻ എല്ലാ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുക. പിന്നെ മോൾക്ക് പഠിക്കുന്നതൊക്കെ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നുണ്ടോ? നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഞാൻ ചില സമയത്ത് എനിക്ക് എന്താ സ്കൂളിൽ ഇരിക്കുമ്പോഴും വിഷമം തോന്നും. ആ ടൈമില് ഞാൻ ജസ്റ്റ് കണ്ണടിച്ച് അവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റില്ല. കൈയും കാലം ക്രോസ് ചെയ്ത് ശ്വാസത്തെ ശ്രദ്ധിച്ചിരിക്കാറുണ്ട്. എന്നിട്ട് വന്ന് ടീച്ചർ വന്ന് എന്തൊക്കെ പറയുന്നു. അപ്പോ കല്ലിന് ജീവനില്ലാന്ന് പഠിപ്പിക്കുമ്പോഴും കല്ലിന് ജീവനുണ്ടെന്ന് എന്റെ ഉള്ളിൽ അറിയാം. അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനായിട്ട് പറ്റും. പിന്നെ ടീച്ചർ പഠിപ്പിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓ, വെരി ഗുഡ് മാ. അപ്പൊ അതായത് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ടല്ലേ ഉണ്ണിക്ക് ടീച്ചർ പറയുന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും ഇത് പറഞ്ഞു കൊടുക്കുക ഉണ്ണി. ഓക്കെ, താങ്ക് യു ബേബി. താങ്ക് യു.